എല്ലാവർക്കും നമസ്കാരം. ദേവാലയങ്ങൾ എന്ന് പറയുന്നത് മനോഹരമായ നന്മയുടെ ഇടങ്ങളാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സ് ആകുലമാകുമ്പോൾ, അവൻ്റെ മനസ്സ് വേദനകൾ കൊണ്ട് പുളയുമ്പോൾ ചമ്രം പടിഞ്ഞിരുന്ന് അൾത്താരയിലേക്ക് നോക്കി തൻ്റെ വിശ്വാസങ്ങളോട് മന്ത്രിച്ചുകൊണ്ട് അല്പം ആശ്വാസത്തിന് വേണ്ടി വിശ്വാസി വന്നിരിക്കുന്ന നന്മയുടെ ഇടങ്ങളാണ്, മാനവികതയുടെ ഇടങ്ങളാണ് ദേവാലയങ്ങൾ. ക്രൈസ്തവ ദേവാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവെന്ന വലിയ മനുഷ്യൻ്റെ നിറയെ തുറന്നിട്ട ജാലകങ്ങളുള്ള ഒരു മനോഹരമായ ഇടമാണ് ദേവാലയങ്ങൾ. എന്നാൽ അങ്ങനെയുള്ള ദേവാലയത്തിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നവനും ശുശ്രൂഷിത്വം വഹിക്കുന്നവനും ദേവാലയ ശുശ്രൂഷയായി ഇരിക്കേണ്ടവനുമൊക്കെ പാപപങ്കിലമായ ജീവിതം നയിച്ച് സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിതനായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അതിപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആഴ്ചകൾക്ക് മുൻപാണ് കൊരട്ടിക്കടുത്തുള്ള കോനൂരിൽ ഒരു ഇടയൻ ഇതുപോലെ കൈവിലങ്ങുകളുമായി വലിയ ആഴ്ചയിൽ ജയിലിലേക്ക് പോയത്, കുണ്ടൻ കത്തനാർ. അതുപോലെ തന്നെ ഇതാ കുണ്ടൻ കപ്പ്യാരും രംഗത്ത് വന്നിരിക്കുകയാണ്. കുണ്ടൻ കപ്പ്യാർ ആരാണത്? അത് മറ്റെവിടെയുമല്ല, ചാലക്കുടിക്കടുത്ത് കോട്ടാറ്റിനടുത്ത് തിരുത്തിപ്പറമ്പ് വരപ്രസാദനാഥ പള്ളിയിലെ ഷിബു അമ്പാടൻ എന്ന ദേവാലയ ശുശ്രൂഷി പോക്സോ കേസിൽ പ്രതിയാക്കപ്പെട്ട് ഇപ്പോൾ റിമാൻഡിലായി ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുകയാണ് ഷിബു അമ്പാടൻ. എന്താണ് ഷിബു അമ്പാടൻ്റെ ജോലി? ഷിബു അമ്പാടന് ലഭിച്ചിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് അതൊരു പവിത്രാത്മകമായൊരു ജോലിയാണ്. എന്താണ് ആ പവിത്രാത്മകത? ക്രിസ്തുവാകുന്ന ആ മനോഹരമായ ശരീരത്തിൻ്റെ ഓർമ്മ പങ്കിടുന്ന ദേവാലയത്തിൻ്റെ മദ്ഹബയ്ക്ക് മുന്നിൽ കാർമ്മികനായി നിൽക്കുന്ന വൈദികനെ സഹായിക്കുന്ന ദേവാലയ ശുശ്രൂഷി എന്ന് പറയുന്ന വലിയ കർമ്മമാണ് ഷിബു അമ്പാടനിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അങ്ങനെയുള്ള ഷിബു അമ്പാടനാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു 12 വയസ്സുകാരൻ്റെ മനസ്സിൽ എന്നും ഓർമ്മിക്കുന്ന തരത്തിൽ മുറിപ്പാടുണ്ടാക്കി അവൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പീഡനം നടത്തി പോക്സോ കേസിൽ പ്രതിയായി ഷിബു അമ്പാടൻ ഇപ്പോൾ റിമാൻഡിലായി ജയിലിനുള്ളിൽ കഴിയുന്നത്. എടോ ഷിബു അമ്പാട, നീ തെരഞ്ഞെടുക്കപ്പെട്ടത് വലിയ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ഷിബു അമ്പാട, നീ എന്തിനാണ് ഈ 12 വയസ്സുകാരൻ്റെ മനസ്സിനെ നോവിപ്പിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള പൈശാചിക കൃത്യം ചെയ്തത്? ഷിബു അമ്പാടൻ ഇപ്പോൾ ജയിലിനുള്ളിൽ കഴിയുകയാണ്. ഇതുപോലെയുള്ള ദേവാലയ ശുശ്രൂഷികളെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പക്ഷേ ഈ ദേവാലയ ശുശ്രൂഷി ദീർഘനാളായി ഈ തിരുത്തിപ്പറമ്പ് ഇടവക ദേവാലയത്തിൽ ദേവാലയ ശുശ്രൂഷിയായി സേവനമനുഷ്ഠിക്കുകയാണ്. ഇദ്ദേഹത്തെപ്പറ്റി ഇനിയും പരാതികൾ ഉയരുമെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തു തന്നെയായിരുന്നാലും ഇമ്മാതിരി ചെന്നായ്ക്കളുടെ മുഖമുള്ള കഴുകൻ്റെ കുപ്പായമിട്ട കഴുകൻ്റെ കണ്ണുകളോടുകൂടി ഈ ഇടയ കുഞ്ഞുങ്ങളെ പാപപങ്കിലമാക്കാൻ കടന്നു വരുന്ന കുണ്ടൻ കത്തനാരമാരെയും കുണ്ടൻ കപ്പ്യാരുമാരെയും നിലയ്ക്ക് നിർത്താനും അവരെ അർഹിക്കുന്ന രീതിയിൽ അവർക്കുള്ള ശിക്ഷ കൊടുക്കാനും അവിടുത്തെ ഇടവക വികാരിക്കും അവിടുത്തെ പാരിഷ് കൗൺസിലിനും അവിടുത്തെ കേന്ദ്ര സമിതിക്കും തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് സംവിധാനങ്ങൾക്കുമൊക്കെ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കുഞ്ഞുമക്കൾ സന്തോഷിച്ച് ക്രിസ്തുവിനെ അടുത്തറിയാൻ വേണ്ടി ദേവാലയങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ മനസ്സിൽ ഭയത്തിൻ്റെ വിത്തുകൾ കോറിയിടുന്ന ഇത്തരക്കാരെ മാറ്റി നിർത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടെങ്കിൽ തീർച്ചയായും അതാണ് ചെയ്യേണ്ടത്. എന്തായിരുന്നാലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കുട്ടിയുടെ ബന്ധുക്കൾ നല്ല മേടും ഈ ഷിബു അമ്പാടന് കൊടുത്തിട്ടുണ്ട്. നല്ല മേട്. ഈ ഷിബു അമ്പാടൻ ആ കുട്ടിയുടെ മനസ്സിൽ എന്നും മുറിപ്പാടായി നിൽക്കുന്ന രീതിയിൽ, അവൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തുന്ന രീതിയിൽ ചെയ്ത ഈ പൈശാചിക കൃത്യത്തിന് മാപ്പില്ല. 2-3 ആഴ്ചകൾക്ക് മുൻപ് ഒരു കുണ്ടൻ കത്തനാർ കൈവിലങ്ങുമായി വലിയ ആഴ്ചയിൽ ജയിലിൽ പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ദേവാലയ ശുശ്രൂഷി, ഒരു കപ്പ്യാർ, ഇതുപോലെ തന്നെ ഒരു 12 വയസ്സുകാരൻ ബാലനെ പീഡിപ്പിച്ച കേസിൽ പോക്സോ കേസിൽ പ്രതിയായി ഷിബു അമ്പാടൻ എന്ന കപ്പ്യാർ ജയിലിനുള്ളിൽ കിടക്കുകയാണ്. ഇത്തരത്തിലുള്ള കുണ്ടൻ കപ്പ്യാരുമാരെ ഇനിയും നിയന്ത്രിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങളുടെ കുഞ്ഞുമക്കളെ ദേവാലയങ്ങളിലേക്ക് വിടുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ ആത്മീയമായി വളരെ ഉയർന്ന രീതിയിൽ എല്ലാ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന നല്ലവരായ ഒരു 90% മേലെ വരുന്ന നല്ലവരായ വൈദികർക്ക് കളങ്കം ചാർത്തുന്ന രീതിയിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള കുണ്ടൻ കത്തനാരുമാരും കുണ്ടൻ കപ്പ്യാരുമാരും ചെന്നായ്ക്കളെ പോലെ പതിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകരുത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് എനിക്ക് തരാനുള്ളത്. എന്തായിരുന്നാലും ഷിബു അമ്പാട, നിന്റെ കൃത്യങ്ങൾ ഇനി നീ ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് ചെയ്യുക. നന്ദി, നമസ്കാരം.